വല്ലാതെ ചൂടുള്ള സമയത്ത് പോലും കാലം തെറ്റി മഴ പെയ്തപ്പോ ക്ലൗഡ് സീഡിങ് നടത്തിയതിലെ അശാസ്ത്രീയതയാണ്. ഋതുഭേദങ്ങൾ മാറാൻ കാരണം. അള്ളാഹ് ചോദിക്കുകയാണ്, ആരാണ് നിങ്ങൾക്ക് മഴ കൊണ്ടുവന്ന് തരിക? മിനൽ മാ എന്ന് പറഞ്ഞാൽ വെള്ളം. ആരൊക്കെ വെള്ളം തരിക? യുക്തിവാദികളോടൊരു ചോദ്യം. വെള്ളത്തിന്റെ രാസനാമം എന്താ? ജലത്തിന്റെ രാസനാമം പറയടാ അബ്ദുൽ വിക്കാസ്. ജലത്തിന്റെ രാസനാമം എന്താ? H2O. ഹൈഡ്രജന്റെ രണ്ടാറ്റം, ഓക്സിജൻ ഒന്ന്. ഹൈഡ്രജന്റെ ജോലി എന്താ? ഹൈഡ്രജൻ സ്വയം കത്തും. ഹൈഡ്രജൻ സ്വയം കത്തും. ഓക്സിജൻ കത്താൻ സഹായിക്കും. 10ാം ക്ലാസ്സുകാരൻ പറയാം, നിങ്ങൾ എന്നെക്കാളും വിദ്യാഭ്യാസമുള്ളവരല്ലേ. ഹൈഡ്രജന്റെ രണ്ടാറ്റം, ഹൈഡ്രജൻ സ്വയം കത്തും. പടച്ചോൻ ഇല്ല എന്ന് പറയുന്നവരോടാണ് ഓക്സിജൻ കത്താൻ സഹായിക്കും. അതായത് പെട്രോളും തീപ്പെട്ടിയും. ഇത് രണ്ടും കൂടെ കൂടുമ്പോ എന്തുണ്ടാവണം? തീ കത്തണ്ടേ? ചൂടുണ്ടാവണ്ടേ? എന്തിനാണ് നല്ല നട്ടുച്ച നേരത്ത്, എരിപൊരിയുന്ന നേരത്ത് നീ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ അപ്പൊ തന്നെ പറയണേ അൽഹംദുലില്ലാഹ് അല്ലദീ ജഅലൽ മാ തഹൂറാ. ഈ വെള്ളം എനിക്ക് അനുഗ്രഹമാക്കി തന്ന റബ്ബേ നിന്നെ സ്തുതിക്കുകയാണ്. കാരണം ഹൈഡ്രജനും ഓക്സിജനും ഒന്നിച്ചു ചേർന്നാൽ ഹൈഡ്രജൻ സ്വയം കത്തുന്നതാണ്, ഓക്സിജൻ കത്താൻ സഹായിക്കുന്നതാണ്. രണ്ടും കൂടി ചേരുമ്പോൾ കത്തുകയാണ് വേണ്ടത്. വയറ് കുടല് കത്തിയിട്ട് വന്ന് നിൽക്കുന്ന നേരത്ത് ഞാനത് രണ്ടും കൂടി കുടിച്ചപ്പോ എന്റെ കുടലിന് തണുപ്പ് തന്ന റബ്ബേ നിന്നെ അല്ലാതെ ആരോടാണ് ഞാൻ സ്തുതി പറയുന്നത്? യുക്തിവാദത്തെ പേടുന്ന ഈ ഇസ്ലാം പഴഞ്ചനാണെന്ന് പറഞ്ഞ് ഇൻസ്റ്റാഗ്രാമിന്റെ റീൽസുകളിൽ ആടി തകർക്കുന്ന പെമ്മക്കളോടാണ് ഞാൻ പറയുന്നത്. +1 +2 കഴിഞ്ഞ് ഡിഗ്രിക്ക് പോയി ക്യാമ്പസുകളിൽ നിരീശ്വരവാദം പഠിച്ച് ഇനി ഇസ്ലാം പഴഞ്ചനാണ്, അത് മുരിയാര് കോടിയെറുക്കുന്ന പ്രസ്ഥാനമാണെന്ന് പറയുന്നവരോട് നീ പഠിക്കുന്ന അസ്ട്രോണമിയേക്കാൾ, നീ പഠിക്കുന്ന ജോഗ്രഫിയേക്കാൾ പഠിപ്പിക്കുന്ന അധ്യാപകരോട് ചോദിക്കൂ, രണ്ടും കൂടി ചേർത്ത് വെച്ചാൽ ജലമുണ്ടാക്കണ്ടേ? പടച്ചവനില്ലെന്ന് പറയുന്നവരോട് ഈ പ്രപഞ്ചത്തിൽ ഹൈഡ്രജൻ ഉണ്ട്, ഈ പ്രകൃതിയിൽ ഓക്സിജൻ ഉണ്ട്, ഇത് രണ്ടും കൂടി ചേർത്ത് വെച്ചിട്ട് ഒരു തുള്ളി ജലം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയോ? ഹൈഡ്രജൻ ഓക്സിജൻ എന്താ ഇവിടെയുണ്ട്, നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുമോ? ഉണ്ടാക്കി തരീ. ഇലാഹും അല്ലാഹ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി തരീ. അതുകൊണ്ട് എന്റെ ഈ വിദ്യാഭ്യാസമുള്ള പെമ്മക്കളോട് ഞാൻ പറയാ, ഇതങ്ങടെ കേൾക്കുമ്പോ റീൽസിലങ്ങ് ആടിത്തിമിറുക്കുക. ഏതോ ഒരു പൊട്ടി ചോദിക്കുന്നുണ്ട്, ശവത്തെ തിന്നാൻ പറ്റൂല, പിന്നെ മുയിലിയാരെന്തിനാ മീൻ തിന്നാൻ? ഈ ഞാനൊരു മറുപടി ലൈവ് കൊണ്ടടാ മീനെ. ഈ വിവരക്കേടെന്ന് പറയുന്നത് ഒരു തെറ്റല്ല, പക്ഷെ അതൊരു അലങ്കാരമായിട്ട് തലയെത്തിക്കൊണ്ട് നടക്കരുത്. മനുഷ്യന് വിവരക്കേടുണ്ടാകുന്നത് തെറ്റല്ല, അത് വിവരക്കേടുണ്ടാവും, പക്ഷെ അതൊരു അലങ്കാരമാണെന്ന് പറഞ്ഞത്. എന്റെ വിവരക്കേട് ഒരു അലങ്കാരമാണെന്നവൻ അഹങ്കരിക്കരുത്. അത് തീർത്ത് യോജിച്ചൊരു പരിപാടിയല്ല. പുള്ളി എന്തോ യൂറീകകാരൻ ബഹിരാകാശത്ത് നിന്ന് ഇറങ്ങി വന്നിട്ട് ശാസ്ത്രലോകത്തിന്റെ സത്യം വിളിച്ചു പറഞ്ഞ മാതിരിയാണ് ആ പെണ്ണിരുന്നിട്ട് ചത്ത മീനെ തിന്നാവും. അതിന്റെ കൂടെ കൂടാൻ കുറെ നേരം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെ പൊന്നു സഹോദരിമാരെ, പഠിക്കുന്നതിനനുസരിച്ച് പടച്ചോനെ അറിയുമ്പോഴാണ് അറിവിന് തിളക്കമുണ്ടാകുന്നത്. ഇങ്ങനെ എത്ര ആയത്താണ് അള്ളാഹു ചോദിക്കുകയാണ്. ആ ഒരൊറ്റ ആയത്ത് മാത്രം പറഞ്ഞു പോവാം. നിങ്ങൾ ഈ ബഹിരാകാശത്തോട്ട് പോയവരോട് മായി വ്യാഴവും ചൊവ്വയും കീഴടക്കിയവരോട് പെണ്ണുങ്ങളെ, നിങ്ങളെ തലയിൽ തേക്കുന്ന താളിയുടെ ഒരിലയെ സൃഷ്ടിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയോ? ഒരു പുൽക്കൊടി പടച്ചോൻ സൃഷ്ടിച്ചതല്ലാതെ ഒരു പുൽക്കൊടിയെ നിങ്ങൾക്ക് സൃഷ്ടിക്കാൻ പറ്റുമോ? പറ്റൂല. ആരെ കണ്ട ഒരു പുൽക്കൊടിയെ സൃഷ്ടിക്കാൻ പറ്റുക? أفرأيتم ما تحرثون أأنتم تزرعونه أم نحن الزارعون أفرأيتم ما تحرثون കൃഷി ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? ആരാണ് കൃഷി ചെയ്യുന്നത്?
കൃഷി ചെയ്യുന്നവരാ? റോബോട്ടാ? കർഷകനാണല്ലോ. ഇതിപ്പോ എങ്ങനെ ഇവിടെ ഖുർആൻ എന്ന് പറയുന്ന ഒരു ചോദ്യം, അതിന്റെ ഒരു വാക്ക് പോലും ലോകത്തൊരു മനുഷ്യന് ചിന്തിക്കാൻ. കൃഷി ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? കൃഷി ചെയ്യുന്നത് നിങ്ങളാണ്. ഹർത്ത് എന്ന് പറഞ്ഞാൽ കൃഷി. അടുത്ത ചോദ്യോ, അന്തും തസ്റഊനഹു, പക്ഷേ കുഴിച്ചിട്ടതല്ലേ നീയുള്ളൂ, അതിനെ മുളപ്പിച്ചത് ഞാനാണോ നിങ്ങളാണോ? പിന്നെ സറഅൻ, മുളപ്പിച്ചതാരാ? മുളപ്പിച്ചതാരാ? മനുഷ്യനാണെങ്കിൽ എല്ലാം മുളയ്ക്കണ്ടേ? കരിഞ്ഞു പോയതെന്താ? അന്തും തസ്റഊനഹു അം നഹ്നു സാരിഊൻ, അതിനെ മുളപ്പിച്ചത് ഞാനാണോ നിങ്ങളാണോ? മുളപ്പിച്ചതാരാണ്? അല്ലാഹുവാണ്. മുളപ്പിക്കാൻ കഴിയുന്നവനാരാണ്? അല്ലാഹുവാണ്. ഹബീബായ നബി തങ്ങളെ പോലും അല്ലാഹു പഠിപ്പിച്ചു തന്നതെന്താ? ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കപ്പറ. നിങ്ങൾ മടുത്ത? ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ, അല്ലാഹുവിന്റെ റസൂല് കൈവിരൽ ചൂണ്ടിയപ്പോൾ ചന്ദ്രഗോളം പൊട്ടിപ്പിളർന്നിട്ടുണ്ട്. ഇക്തറബത്തി സഅതു വൻശക്കൽ ഖമർ. അല്ലാഹുവിന്റെ റസൂലിന്റെ വിരൽ ചൂണ്ടിയപ്പോൾ ചന്ദ്രകത്തെ പൊട്ടിപ്പിളർത്താൻ അല്ലാഹുവിന്റെ ഹബീബിന് സാധിച്ചിട്ടുണ്ട്. ആ വിരലുകളിൽ നിന്ന്, ഹബീബിന്റെ വിരലിൽ നിന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ വിരലിൽ നിന്ന് വെള്ളമൊലിച്ചിട്ടുണ്ട്. അഫ്ളലുൽ മിയാഹി മാഉൻ കദ്നബ മിൻ ബൈനി ഇസ്ബഇൻ നബിയിൽ മുത്തബ വയലിഹി മാഉ സംസം വൽ കൗസറു വനൈലു മിസ്റാ തുമ്മ ബാക്കിൽ അൻഹുരി. ലോകത്തിലെ ഏറ്റവും ഉത്തമമായ വെള്ളം ഏതാ? ആ വെള്ളം ഹബീബിന്റെ വിരൽ തുമ്പിൽ നിന്ന് വന്ന വെള്ളമാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വന്ന് വൃക്ഷങ്ങൾ വന്ന് സലാം പറഞ്ഞിട്ടുണ്ട്. ഹബീബായ നബി തങ്ങളോട് മിണ്ടാ പ്രാണികളായ ഒട്ടകവും കുതിരകളും ഉടുമ്പുകളും സലാം പറഞ്ഞിട്ടുണ്ട്. ശഹീദൽ ജീമാലു വലബ്ബുൻ ഹൈദു മസ്തല ബദറു മദീന ശിഫാഹാ ശിഫാഹാ അന്ത റസൂലുള്ളാഹി വസ്സലാം ളാമീനുൽ ലബിയത്തി ഹത്താ തർജിഉ ലിമൻ ഇസ്താദ സരിആ ലിമാനുൻ നബി വാഫത്ത് അലൈഹിസ്സലാം. ഒട്ടകങ്ങൾ സലാം പറഞ്ഞിട്ടുണ്ട്, ശരിയാണ്. പക്ഷേ ഹബീബായ നബിയെ മാകാനലക്കും മന തുമ്പിത്തൂ ശദറഹാ, പക്ഷേ ഒരു പുൽക്കൊടിയെ സൃഷ്ടിക്കാൻ അങ്ങെക്കൊണ്ടാവില്ല. കാരണം അങ്ങ് ഉടമയുടെ അടിമയാണ്. അത് ഉടമസ്ഥന് മാത്രമേ സാധ്യമാവൂ. അല്ലാഹു നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബിഹഖി ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂറു മുഹമ്മദ് സല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. മുത്ത് ഫാത്തിമ നിധി താജുല്ലത്ത് കിയാ നബിയേ, തൗറാത്തും പുകഴ്ത്താ നബിയേ, തങ്കമലൈ ത്യജിച്ച നബിയേ, തായിബ് നബിയിൽ സ്വല്ലല്ലാഹു ഹസ്ബി റബ്ബി. സമയായ ഇല്ലേ? ഒരു കണ്ണിച്ചോരയില്ലല്ലോ. ഞാൻ തീരെ വയ്യാത്തോണ്ട് ഞാൻ സാധാരണ ഇരിക്കാറില്ല. കാലിനൊക്കെ നല്ല ഡോക്ടറെ കണ്ടപ്പോൾ പറഞ്ഞു ഇനിയിപ്പോ എൻ്റെ കാല് കണ്ടപ്പോഴാണ് ഡോക്ടർ ചോദിച്ചു നിന്നോണ്ടുള്ള ജോലിയാണല്ലോ. ഒന്നത് 30 വർഷമായി 2 കാലുമേ നിൽക്കാൻ തുടങ്ങി. ഞാൻ വാത് തുടങ്ങിയിട്ട് 30 വർഷമാകുകയാണ്. 18ാമത്തെ വയസ്സിൽ തുടങ്ങിയതാ വാത്. അള്ളാഹു ഖൈറ് നൽകട്ടെ. അപ്പോൾ അതുകൊണ്ടാണ് കുറേ യാത്ര കഴിഞ്ഞപ്പോൾ ഇരുന്നിട്ട് ഞാൻ എൻ്റെ പ്രസംഗമൊന്നും കുഴപ്പമില്ല, നിൽക്കണ പ്രസംഗം തന്നെയാണ്. അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.
അപ്പൊ ഞാൻ പറഞ്ഞ നമ്മൾ ഈ പറയുന്നത് എത്രത്തോളം എനിക്കും നിങ്ങൾക്കും ജീവിതത്തിൽ പ്രായോഗികമായി ഈ വാത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഖുർആനിനോടൊരു സ്നേഹം തോന്നിയാൽ അൽഹംദുലില്ലാഹ് രക്ഷപ്പെട്ടു. എനിക്ക് ഈ ഖുർആൻ പഠിക്കണം, ഇത് ഓതണം എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ, ഒരു ചെറുപ്പക്കാരനോ ചെറുപ്പക്കാരിക്കോ പടച്ചോനെ ഇതാണല്ലോ ഖുർആൻ എന്ന് കേട്ടാൽ അൽഹംദുലില്ലാഹ്. ഇന്നുരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅ. ഇൻഷാ അല്ലാഹ് നമുക്ക് പരമാവധി സംസാരിക്കാം. ഈ പ്രസംഗം എന്ന് പറഞ്ഞാൽ ഹബീബെ ആചാര്യ വളരെ സന്തോഷത്തിൽ ഇത് സാധനം കാണാൻ നല്ല മിഞ്ചോ ആണേലും ഈ പ്രസംഗം അത്ര എളുപ്പമുള്ള ഒരു പരിപാടിയല്ല. ശരീരത്തിലെ മുഴുവൻ നാഡീ ഞരമ്പുകൾ ഒരേ സമയത്ത് വർക്ക് ചെയ്യുന്ന 2 ജോലിയേ ഉള്ളൂ. ഒന്ന് പ്രസംഗം, മറ്റൊന്ന് പ്രസവം. ഇത് രണ്ടും. ഈ പ്രസംഗം എന്ന് പറഞ്ഞാല് ഞാൻ പറയണം, ചിന്തിക്കണം, അത് വാക്കുകളായിട്ട് വരണം. എവിടെയും തെറ്റിപ്പോയാ, നമ്മൾ എങ്ങാനും എവിടെയും തെറ്റിപ്പോയാ തീർന്നു, ട്രോളോട് ട്രോളാൻ അല്ലെങ്കിൽ തന്നെ. അപ്പൊ ഇതെല്ലാം ഒരേപോലെ വർക്ക് ചെയ്യണം. വാള് പറഞ്ഞു പറഞ്ഞ് നമ്മൾ തളരുന്ന മുജീബിനോട് ചോദിച്ചു നോക്ക്, കുറെ കഴിയുമ്പോ നമുക്ക് ഈ പ്രസംഗിക്കണ്ടെന്ന് തന്നെ തോന്നും. ഇപ്പൊ എന്റെ ഏറ്റവും വലിയ ആഗ്രഹം അങ്ങനെ, വേറെ ആരെങ്കിലും വാള് പറയുമ്പോ അത് പോയി കേട്ട് ഒരു കട്ടൻ ചായയും പരിപ്പോടൊക്കെ തിന്ന് അവിടെ ഇരിക്കുക. വാള് പറയാനല്ല ഇഷ്ടം, കേൾക്കാനാ ഇഷ്ടം. കുറെ കഴിയുമ്പോൾ നമ്മളിത് മടുക്കും. നമ്മുടെ യാത്ര ഇപ്പൊ നാളെ വയനാട് പോകണം. ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കി, അവിടെയാണ് 13 ഡിഗ്രിയാ തണുപ്പ്. അള്ളാഹു നമുക്ക് ആഫിയത്ത് തരട്ടെ. അപ്പൊ ഈ വാള് പറയണ ഉസ്താദന്മാര്, ഈ ദൈവത്തിന്റെ മാർഗമായിട്ട് ഓടി നടക്കുന്ന ഉസ്താദന്മാര് ഇച്ചിരി വില കൂടിയ കാറിൽ പോയാലെന്നത് കൂടുതൽ വിമർശിക്കേണ്ട കാര്യമില്ല. ആരാണ് യാത്രയുടെ സൗകര്യത്തിനല്ലേ ഒരു വണ്ടി എടുക്കണ്ട. ഞാനൊക്കെ ഓടിയ ഓട്ടം, എന്റെ വണ്ടി ഞാൻ ഓടിയ ഓട്ടം നേരെ ചന്ദ്രനിലോട്ടാണ്. ഇനി പുറത്തുകൂടി പോയി അവിടെ എത്തിയത്. കേരളം മൊത്തം ഇപ്പൊ നിങ്ങളൊരു ചെറിയ വണ്ടി തന്നെയായിട്ട് ഒരു കല്യാണത്തിന് പോയിട്ട് തിരിച്ചു വരുമ്പോ എത്ര ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ ഒരു തിരക്കുള്ള ഒരു ബിസിനസ്സുകാരൻ ഒരു നല്ല വണ്ടി എടുത്തു, അത് അവന്റെ കംഫർട്ടാണ്. അതൊരു ആർഭാടമായിരുന്നാ മതി, ആവശ്യത്തിനാകുന്നതിന് പ്രശ്നമൊന്നുമില്ല. ഏതായാലും അൽഹംദുലില്ലാഹ് നാളെ ഒരു ക്ലിപ്പ് പ്രതീക്ഷിക്കാം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യഥാർത്ഥത്തില് അപ്പൊ ഇത് ഇതേപോലെയാണ് പ്രസവം. സകല നാഡീ ഞരമ്പും വർഗീയം. അതുകൊണ്ട് ഈ പ്രസവ ശുശ്രൂഷ 40 ദിവസം തെങ്ങും പൂക്കുലാതി രാസായനം, അജമാംസ രാസായനം, പിന്നെ അത് കിണ്ടിയത് ഇത് കിണ്ടിയത് സകലതുമായിട്ട് ഒരാളെ നിർത്തി കഴിക്കണം. എന്തുകൊണ്ടാണ്? അവരുടെ ശരീരം അത്ര വീക്കായിട്ടുണ്ട്. അതുകൊണ്ടാണ് 40 ദിവസം അജമാംസ രാസായനമൊക്കെ കുടിച്ചിട്ട് അവസാനം നയിക്കുമ്പോഴേക്കാക്ക് കൈകാലും വെച്ചമാതിരി ഇങ്ങനെ വരും. അത് പ്രസവ ശുശ്രൂഷ വേണം അവർക്ക്. അതുകൊണ്ടാണ് വർക്ക് ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ ശരീരത്തെ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അള്ളാഹു ചിന്തിക്കാൻ ബോധം തരട്ടെ. നമ്മളെല്ലാം പടച്ചവൻ നല്ല സമാധാനത്തോടെ ജീവിക്കുന്നവരാകട്ടെ. അപ്പൊ കാണുമ്പോ നല്ല ഇതാണ്, അത് പോട്ടെ എന്ന് വിചാരിക്കും. ഈ ആന പിണ്ടവിടനെ കണ്ടിട്ടില്ലേ? ആന പിണ്ടോടുമ്പോ ആളുകൾ വിചാരിക്കും പടത്തോനെ എന്ത് വലിപ്പമാണ് ഇതിനും. ഇത് ഇടണ പാടാനൊക്കെയല്ലേ അറിയാവും. അതെന്ത് കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. കാണുമ്പോൾ വളരെ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഏത് സാധനം അതിൻ്റെതായ രീതി വരാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. എന്താ ഖുർആൻ സഹോദരങ്ങളെ? നിനക്ക് പടച്ചോനോട് സംസാരിക്കണമെന്നൊരാഗ്രഹമുണ്ട്. എനിക്ക് എന്റെ റബ്ബിനോട് സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. നിസ്കരിച്ചാൽ മതി. അസ്സലാത്തു മിഅ്റാജുൽ മുഅ്മിൻ. നമസ്കാരം വിശ്വാസിയുടെ അഭിമുഖ സംഭാഷണമാണ്. ആരോട്? പടച്ചോനോട്. പടച്ചോൻ എന്നോട് സംസാരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഖുർആൻ ഓതിയാൽ മതി. യാ അയ്യുഹന്നാസ് യാ അയ്യുഹല്ലദീന ആമനൂ യാ ഇബാദി, എന്റെ അടിമേ, പടച്ചോൻ നമ്മോട് സംസാരിക്കുകയാണ്. ഞാൻ പറഞ്ഞ മനസ്സിലാവും. എന്റെ റബ്ബ് എന്നോട് സംസാരിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. അതിന് നമ്മൾ പാറപ്പുറത്ത് പോയി തപസ് ചെയ്യണ്ട. എന്റെ റബ്ബിന്റെ മുനാജാത്ത് എനിക്ക് കിട്ടണം. നമ്മൾ ഖുർആൻ ഓതിയാ മതി. അപ്പോഴാണ് പടച്ചോൻ സ്നേഹത്തോടെ, വാപ്പയേക്കാൾ വലിയ സ്നേഹത്തോടെ, യാ ഇബാദി ഫത്തഖൂൻ, എന്നെ അടിമേ എന്നെ സൂക്ഷിച്ച് ജീവിക്ക്. കാരണം ഇന്ന ജഹന്നമ കാനതു മിർസാദാ ലിത്വാഗീന മാബാ ലാബിതീന ഫീഹാ അഖാബാ. നിങ്ങൾ ചിന്തിച്ചു നോക്കി, എത്ര മനോഹരമായിട്ടാണ് എന്നെ അടിമേ എന്നെ സൂക്ഷിക്കണം. മറുഭാഗത്തൊരു വാപ്പ മകനോട് പറയുന്നത് പോലെ സൂക്ഷിച്ചു പോണേ മോനെ. കുണ്ടുകളുണ്ട്, കുഴികളുണ്ട്, ആപത്തുകളുണ്ട്. ഇന്ന ജഹന്നമ കാനതു മിർസാദാ,
അവിടെ കത്തിക്കാളുന്ന നരകമുണ്ട് കേട്ടോ. അത് അഹങ്കാരികളുടെ മടക്ക സ്ഥാനമാണ്. യുഗയുഗാന്തരങ്ങളോളം അതിൽ കിടക്കേണ്ടി വരും കേട്ടോ. പക്ഷെ ഇതിലെ പോയി നോക്ക്, ഇന്നല്ല അവിടെ സുന്ദരമായ സ്വർഗമുണ്ട്. പടച്ചോ നമ്മളോട് ഏറ്റവും മനോഹരമായിട്ട് സംസാരിക്കുന്നതാണ് ഖുർആൻ. ഇങ്ങനെ ഓതുമ്പോ യാ ഇബാദി, എന്റെ അടിമകളെ, എന്റെ അടിമകളെ, അള്ളാഹു നമുക്ക് ഖുർആൻ പഠിക്കാൻ തൗഫീക്ക് നൽകട്ടെ. ഒരു ദിവസം ഓതി എന്ന് പറഞ്ഞാൽ പെങ്ങളെ അതിന്റെ അർത്ഥം എന്റെ റബ്ബനോട് സംസാരിക്കുന്ന ഞാൻ കേട്ടു എന്നാണ്. 5 വഖത്ത് നിസ്കരിച്ചാൽ ഞാൻ എന്റെ റബ്ബിനോട് സംസാരിച്ചു എന്നാണ്. ഇത് രണ്ടും ഒരു ദിവസം ഉണ്ടെങ്കിൽ ഞാൻ എന്റെ റബ്ബിനോട് സംസാരിച്ചു, റബ്ബ് എന്നോട് സംസാരിച്ചു. അപ്പോ നമ്മൾ ഏറ്റവും റബ്ബിനോട് അടുത്തവരായി, നമ്മൾ റബ്ബിലേക്ക് ഏറ്റവും അടുത്തവരായി. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഒരു പിടിയില്ല. അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത് ഖുർആൻ അത് പറയാത്ത ഒരു സ്ഥലവും ഇല്ല. നിങ്ങൾക്ക് എവിടെ വേണേ നിങ്ങൾ നോക്കിക്കോളൂ, എവിടെ വേണേ നിങ്ങൾ നോക്കിക്കോളൂ. നിങ്ങളൊരു ഡോക്ടറാണോ? ഖുർആനുണ്ട്. നിങ്ങളൊരു അസ്ട്രോണമിസ്റ്റ് ആണോ? ഖുർആനുണ്ട്. സുബ്ഹാനല്ലാഹ്, ഒരു അസ്ട്രോണമിസ്റ്റ് ആണ്, ഖുർആനിലുണ്ട്. ആകാശത്തിലേക്ക് ബഹിരാകാശ സഞ്ചാരം പോയ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. നിങ്ങളുടെ ഒരു ഉഷാറ് പോയ ഇല്ല, പിന്നെ എന്താ ഒരു അനക്കം കുറച്ച് കുറഞ്ഞു പോയില്ല. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, താജ്ദാറെ മദീന നബി മുഹമ്മദ് മുസ്തഫ. हमने आंखों से देखा नहीं है मगर उनकी तस्वीर सीने में मौजूद है, जिसने लाकर कलाम इलाही दिया वो मोहम्मद मदीने में मौजूद है. हमने आंखों से देखा नहीं है मगर, ഞാൻ ഇതേവരെ ഹബീബായ നബി തങ്ങളെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല. പക്ഷേ ഉൻകി തസ്വീർ സീനമേ മൗജൂദ് ഹേ, ആ ഹബീബിന്റെ രൂപം എൻ്റെ ഹൃദയത്തിൽ. അറബി കഴിഞ്ഞാൽ ഏറ്റവും മനോഹരമായ ഭാഷ ഉറുദുവാണ്. അറബി കഴിഞ്ഞാൽ ഉറുദു പഠിക്കണം. നമ്മൾ പിന്നെ ബംഗാളികൾ വന്നുകൊണ്ട് ഇപ്പൊ എല്ലാവരും കുറെയൊക്കെ പഠിച്ചു. ഇപ്പൊ പള്ളിക്കല ഖത്തീബ് മാത്രമേ ബംഗാളിയാവുള്ളൂ, ബാക്കി എല്ലാവരും അത് ഓരോരുത്തരായി വരുന്നുണ്ട്. ഇപ്പൊ ബംഗാളി എന്നൊക്കെ മൗലാനാമാർ, അവിടെ വലിയ അറിവുള്ള മൗലാനാമാരാണ്. നമ്മൾ ബംഗാളി എന്ന് പറഞ്ഞാൽ കളിയാക്കണ്ട. ബംഗാളിലൊക്കെ വലിയ വലിയ ആളുകളുണ്ട്, തരീഖത്തിന്റെ ഷെയ്ഖുമാർ വരെയുള്ള സ്ഥലമാണ് നോർത്ത് ഇന്ത്യയിൽ. നമുക്ക് ഇപ്പൊ ഉറുദു നന്നായിട്ട് പഠിക്കണം. നമ്മളോട് ക്യാ കർത്തായ എന്ന് ചോദിച്ചാൽ അള്ളാഹുടെ വെയിൽ കൊണ്ട് കറുത്താണ്, ഉമ്മായും വാപ്പായും എളുപ്പമാണെന്ന് നമ്മൾ പറയും. അല്ലാതെ നമ്മളിതെന്ത് ചെയ്യണം? പഠിക്കണം. അറബി കഴിഞ്ഞാൽ ഏറ്റവും മനോഹരമായ ഭാഷ ഉറുദുവാണ്. അറബി പഠിക്കണം, അറബി പഠിക്കണം. ഉസ്താദേ എനിക്കിത് ഓതാൻ അറിഞ്ഞിട്ട് വേണ്ട ഇതിന്റെ അർത്ഥം അറിയാൻ. നമുക്ക് ഇതിന്റെ അർത്ഥം പഠിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മളിത് പഠിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പഠിക്കാൻ സമയം കണ്ടെത്തണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇന്നി ഉഹിബ്ബുൽ അറബി ലിസലാസിന, 3 കാര്യങ്ങൾക്ക് വേണ്ടി അറബി ഭാഷയെ ഞാൻ സ്നേഹിക്കുകയാണ്. അന അറബിയുൻ, ഞാൻ അറബിയാണ്. വലിസാനുൽ ഖുർആനി അറബിയുൻ, ഖുർആന്റെ ഭാഷ അറബിയാണ്. വലിസാനു അഹ്ലിൽ ജന്നത്തി അറബിയുൻ, സ്വർഗ്ഗത്തിലെ ഭാഷ അറബിയാണ്. അതുകൊണ്ട് ഞാൻ അറബി പഠിക്കുകയാണ്. അറബി പഠിക്കണം. ഏത് ഭാഷ അറിഞ്ഞാലും അറബിയും കൂടെ പഠിക്കണം. എൻ മകനേതു വിദേശത്തു പോകിലും നിന്മനെ കാമ്പിരി ഓർമ്മ വേണം. നിന്നുടെ ഭാഷ താൻ നിന്തറ വാട്ടമ്മ, അന്യാം ഭാഷാ വിരുന്നുകാരി. ഏതൊരു മന്ത്രവും ഏതൊരു വേദവും ഏതൊരു തത്വവും ഏതൊരാൾക്കും ഹൃത്തിൽ പതിയണമെങ്കിൽ സ്വഭാഷതൻ വക്രത്തിൽ നിന്നു പഠിക്ക വേണം. അറബി അറബിയായിട്ട് തന്നെ പഠിക്കണം. കാരണം ഖുർആനിനെ മനസ്സിലാക്കണമെങ്കിൽ അറബി വേണം. ഇതൊന്നും വേണ്ട. നിങ്ങൾ നാടകം ഇഷ്ടപ്പെടുന്ന ആളുകളാണോ? നാടകം ഇഷ്ടമാണ്? നാടകം അല്ലേ? എല്ലാരും മുത്തക്കിങ്ങളായിപ്പോ. മൊബൈലിൽ നോക്കി 8 ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. നാടകം, നിങ്ങൾ നാടകവുമായി ബന്ധപ്പെടുന്ന ഒരാളാണ്. കേരളത്തിലെ ശ്രദ്ധിച്ചു കേൾക്കുവോ?
എന്റെ കൂടെ ഇല്ലേ? കേരളത്തിലെ നാടക ലോകത്തിലെ ഏറ്റവും മനോഹരമായ കഥാപാത്രമാണ് നാറാണത്ത് ഭ്രാന്തൻ. നാറാണത്ത് ഭ്രാന്തൻ. ആ നാറാണത്ത് ഭ്രാന്തൻ ആരാ? KPSCയുടെ തലയ്ക്ക് മീതെ ശൂന്യാകാശം, താഴെ മരുഭൂമി. എന്താ? തലയ്ക്ക് മീതെ ശൂന്യാകാശം, താഴെ മരുഭൂമി. തപസ് ചെയ്യും വേഴാമ്പലിന് ദാഹജലം തരുമോ എന്ന് മനുഷ്യ ജീവിതത്തിന്റെ നിരർത്ഥകങ്ങളെ മനോഹരമായി കവിതാ പല്ലജങ്ങളാക്കി മാറ്റിയ കാവ്യഭാവനയാണ് KPSCയുടെ പല നാടകങ്ങളും. ഞാൻ അതിനകത്തേക്ക് പോകുന്നില്ല. ഒരിടത്ത് ജനനം, ഒരിടത്തു ജനനം, ഒരിടത്തു മരണം, ചുമലിൽ ജീവിത ഭാരം, വഴിയറിയാതെ മുടന്തി നടക്കും വിധിയുടെ ബലിമൃഗങ്ങൾ. ഒരു മനുഷ്യന്റെ ജീവിതം 4 വരിയിലുണ്ട്. പൊന്നമീന നീ ഇത് കട്ട് ചെയ്ത് കളഞ്ഞേക്കണേ വീട്ടുകാര് നാടകം. അതൊക്കെ എന്തിനാണ്? നമ്മൾ അങ്ങനെ ഒന്നും നോക്കണ്ട. അതൊരു ഭാവനയാണ്. അതിലൊരു റൊമാൻറ്റിക് ഭാവനയാണ് നാറാണത്ത് ഭ്രാന്തൻ. ചെറുപ്പക്കാരെ കേട്ടോളി, രാവിലെ മുതൽ വൈകുന്നേരം വരെ കല്ല് മുകളിലോട്ട് കയറ്റിയിട്ട് വൈകുന്നേരം ആ മുകളിലോട്ട് കയറ്റിയ കല്ല് താഴോട്ട് ഉരുട്ടി വിട്ടിട്ട് നാറാണത്ത് ഭ്രാന്തൻ കൈകൊട്ടി തിരിക്കും. കേരളത്തിലെ റൊമാൻറ്റിക് സങ്കല്പങ്ങളെ വിസ്മയിപ്പിച്ച കഥാപാത്രമാണ് നാറാണത്ത് ഭ്രാന്തൻ. അങ്ങനെ മനുഷ്യ ജീവിതത്തിന്റെ എല്ലാ നന്മകളെയും ഒരൊറ്റ നിമിഷം കൊണ്ട് ഇല്ലാതാക്കി കളയുന്ന ഒരു വലിയൊരു ഭാവി ഉണ്ടാകേണ്ട ഒരാൾ ഒരൊറ്റ ദിവസം കൊണ്ട് തന്റെ ഭാവി ഇല്ലാതാക്കി. ഒരു ഇപ്പൊ ഉണ്ടാകുന്ന ഒരു വിവാദം പോലെ MLA-യുടെ എത്ര വലിയ ഭാവി ഉണ്ടാകേണ്ട ഒരാളാണ്. ഒറ്റ നിമിഷത്തെ അശ്രദ്ധയിൽ വിതറപ്പെട്ട ധൂളികളെ പോലെ. ഇങ്ങനെ മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാം ഒരു നിമിഷം കൊണ്ട് ഒരു ആരോപണം വന്നു, തകർന്നു. ആ മനുഷ്യ ജീവിതത്തിന്റെ സങ്കല്പമാണ് നാറാണത്ത് ഭ്രാന്തൻ. നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്നില്ല അങ്ങനെ ഒരു കഥാപാത്രത്തെ? എല്ലാ മനുഷ്യനുമായിട്ട് അത് MLA അല്ലെ ഒരു മന്ത്രി, വലിയ ഭാവി ഉണ്ടായിരുന്നു. പെട്ടെന്നൊരു ദിവസം വിമാനത്തിൽ വന്നപ്പോ ഫ്ലൈറ്റ് എയർ ഇന്ത്യ ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പൊന്തണം തന്നെ സമയത്താന്ന് പറ്റൂല, കുലുങ്ങി ഇപ്പം വീഴാൻ പോയി. അദ്ദേഹം ഒരു സ്ത്രീയുടെ ദേഹത്ത് തൊട്ടു, മന്ത്രിസ്ഥാനം പോയി. അപ്പൊ വലിയ ഒരവസ്ഥ, ഒരു ചെറിയ ഒരു അശ്രദ്ധ കൊണ്ട് നഷ്ടപ്പെടുന്ന ഏത് മനുഷ്യനും. അത് അയാൾ മന്ത്രി മാത്രമല്ല, 30 ദിവസം തറാവി നിസ്കരിച്ചു, പെരുന്നാൾ നിസ്കരിച്ചു, നിസ്കാരം കഴിഞ്ഞ് നേരെ സിനിമയ്ക്ക് പോയി. അവനാണ് നാറാണത്ത് ഭ്രാന്തൻ. നിങ്ങൾ എന്താ മനുഷ്യന്മാർ? അത് എല്ലാവരെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു കഥാപാത്രമാണ്. ലൈലത്തുൽ ഖദറിനൊക്കെ തൗബയൊക്കെ ചെയ്ത് എല്ലാം കഴിഞ്ഞു, ഒരു നിസ്കാരം കഴിഞ്ഞ് മാറ്റിരിക്കു പോയി. ഇതാണ് നാറാണത്ത് ഭ്രാന്തൻ. അതിൽ നിങ്ങൾ അത്ഭുതം കൊള്ളുന്നുവെങ്കിൽ ഈ കഥാപാത്രത്തെ ആദ്യമായി നിങ്ങളോട് പറഞ്ഞതാരാ? വലാ തകൂനൂ കല്ലതീ നഖലത് ഗസ്ലഹാ മിൻ ബഅദി ഖുവത്തിൻ അൻകാഹാ. വലാ തകൂനൂ, നിങ്ങളാവരുത് കല്ലത്തി, ഒരു പെണ്ണിനെ പോലെ, നഖലത് ഗസ്ലഹാ മിൻ ബഅദി ഖുവത്തിൻ അൻകാഹാ. രാവിലെ മുതൽ വൈകുന്നേരം വരെ നൂലിങ്ങനെ ചുറ്റിയിട്ട് വൈകുന്നേരം അതിനെ തിരിച്ച് കറക്കിയിട്ട് അടിച്ചു കളയുന്ന പെണ്ണിനെ പോലെ നിങ്ങളാവരുത്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഉപമയുടെ അവസാനാണ്. സൂറത്തുൽ നഹ്ലോ നംലോ ആരാ കുട്ടിയത് പറഞ്ഞത്? ഖുർആന്റെ ആയത്താ ഞാൻ ഈ പറഞ്ഞത്. നമ്മൾ 2ാമത് ഉംറയ്ക്ക് പോലും 3ാമത് ജഹറാന. ആ ജഹറാനത്ത് എന്നാണ് പെണ്ണിന്റെ പേര്. ആ പെണ്ണാണെന്ന് അവിടെ പറയപ്പെടുന്നുണ്ട്. ജഹറാനത്ത് എന്ന് പറയുന്ന ഒരു പെണ്ണ് മക്കയിലുണ്ടായിരുന്നു. വലാ തകൂനൂ കല്ലതി നഖലത് ഗസ്ലഹാ മിൻ ബഅദി ഖുവത്തിൻ അൻകാദ്. പറയണത് മനസ്സിലാവണില്ലേ എന്റെ കുട്ടികളെ? ഇതാ ഖുർആൻ. ഇതാണ് ഹാഫിളീങ്ങൾ മനപ്പാടമാക്കിയത്. നിങ്ങൾ എന്താ വിചാരിച്ച 2 ഹാഫിളീങ്ങളായെന്ന് തന്നെ കോഴി ഇറക്കാനായിട്ട് കുട്ടികളായെന്ന്? ഇത് കോഴി ഇറക്കാനുള്ളതല്ല. ഇത് കോഴിയുടെ സിട്ടാവിനെ കുറിച്ച് പറയുന്ന ഗ്രന്ഥമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ശാസ്ത്ര ഗ്രന്ഥം. ആരാണ് ആദ്യമായി നാറാണത്ത് ഭ്രാന്തൻ ലോകത്തുണ്ടാകുന്നതിന് മുമ്പേ 1400 വർഷങ്ങൾക്ക് മുമ്പ് അബൂ ഖുബൈസ് പർവ്വതത്തിന്റെ മുകളിൽ മനുഷ്യ ജീവിതത്തിന്റെ വ്യർത്ഥ പരിശ്രമങ്ങളെ അല്ലാഹുവിന്റെ ഖുർആൻ അടയാളപ്പെടുത്തുകയാണ്. 1 മുതൽ 10 വരെ എണ്ണാൻ പഠിപ്പിച്ചാരാ? 1 മുതൽ 10 വരെ നിങ്ങൾ എണ്ണാൻ പഠിപ്പിച്ചാരാ? ഒന്ന് പറയൂ ഹുസൈൻ. അതിന് ഗൂഗിളിൽ നോക്കണം. നിങ്ങൾ 1 മുതൽ 10 വരെ എണ്ണാൻ പഠിപ്പിച്ചാരാ? അധ്യാപികയല്ലേ? 1 2 3 4 5 അല്ലേ? ഞങ്ങൾ എന്റെ കൂടെ
1 വരെ 10 വരെ അറബിയിൽ എണ്ണാൻ അറിയാവുന്നവരൊന്ന് കൈപൊക്കി, കൈയുള്ളവരൊക്കെ പൊക്കുക. താത്തിയിട്. എന്നാ എന്റെ കൂടെ എണ്ണി വരി. ഒരു 10 ആയത്ത് ഞാൻ ഓതാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എന്റെ കൂടെ ഉറക്കെ പറയണം. ഫതുഇലാ തആമിൻ വാഹിദിൻ. വാഹിദ്. ഒന്ന് പറ വാഹിദ്. ഉറക്കം പോട്ടെ മനുഷ്യന്മാരെ. വാഹിദ്. 1 സൂറത്തുൽ ബഖറ. ഫഅർസൽനാ ഇലൈഹിം ഇസ്നൈൻ. 2 സൂറത്ത് യാസീൻ. ഫഅസ്സസ്നാ ബിസാലിസ്. സൂറത്ത് യാസീൻ സാലിസ്. 3 വഖുദ് അർബഅത മിനത് തൈർ. 4 സൂറത്ത് ആല ഇംറാൻ. സയഖൂലൂന ഖംസത്തുൻ ഖംസ. 5 സൂറത്തുൽ കഹ്ഫ്. അല്ലദീ ഖലഖ സമാവാതി വൽ അർള വമാ ബൈനഹുമാ ബി 6 അയ്യാം. 6 അല്ലദീ ഖലഖ 7 സമാവാതിൻ തിബാകാ. 7 സൂറത്ത് നൂഹ്. 8 അസ്വാജിൻ. 8 വകാന ബിൽ മദീനത്തി 9 റഹത്തിൻ 9 തിൽക അശറത്തുൻ കാമില. 10 ഇന്നി റഅയ്തു 11 കൗകബ. 11 ഇന്ന ഇദ്ദത ശൂരി ഇൻദല്ലാഹി 12 ശഹറൻ ഫീ കിതാബില്ലാഹ്. 12. ഇത് മുഴുവൻ എണ്ണാൻ പോയാൽ ഖുർആൻ മുഴുവനും തികയില്ല. ഖുർആന്റെ പ്രത്യേകത വജ്ഹു ഇജാസിഹി കൗനുഹു അലാ തബഖാത്തിൽ ഫസാഹതി വൽ ബലാഗ. ഇത് സൂചനയെ തരൂ. ഇത് സാഹിത്യത്തിന്റെ അങ്ങേയറ്റമാണ്. വഅദനാ മൂസാ 30 ലൈല വഅത്മംനാഹാ ബിഅശരിൻ ഫതമ്മ മീഖാതു റബ്ബിഹി 40 ലൈല. 30. ഇത് അത്യാവശ്യത്തിന് എണ്ണം പഠിച്ചാൽ ഇത് വിസയ്ക്ക് വേണ്ടി പഠിച്ച എണ്ണമാണ്. മലപ്പുറത്ത് ഒരുത്തൻ വിസയൊക്കെ കിട്ടിയപ്പോൾ അത്യാവശ്യം സൂപ്പർ മാർക്കറ്റിൽ നിൽക്കാൻ അറബി പഠിച്ചു. അങ്ങനെ അവിടെ പോയപ്പോൾ അറബി വന്നിട്ട് ചോദിച്ചു കം റിയാൽ. അവൻ പറഞ്ഞു 40 റിയാൽ, 4 റിയാൽ. നമ്മൾ ചോദിക്കല്ലേ ലാസ്റ്റ് എത്ര രൂപയ്ക്ക് വരും? അറബികൾ ചോദിക്കുന്ന ചോദ്യമാണ് ആഖിർ കലാം. ലാസ്റ്റ് എത്രയ്ക്ക് വരൂ? ഇവനെ ചോദിച്ചു കം റിയാൽ, 40 റിയാൽ. അറബി ചോദിച്ചു ആഖിർ കലാം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതുമാതിരി ഇത് അത്യാവശ്യത്തിന് പഠിച്ച അറബിയാവരുത്. 30 ലൈല 30, 40, 40. ഇനി ഹിസ്റ്ററി പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ ഞാനൊന്ന് ചോദിക്കട്ടെ. 1-ാം ലോകമായുധവും 2-ാം ലോകമായുധവും പഠിച്ചവരോട് ഹിസ്റ്ററിയിൽ നമ്മൾ പഠിക്കുന്ന ആദ്യത്തേത് ഒരു രാജ്യത്തെ നമ്മൾ പരിചയപ്പെടുന്നത് എങ്ങനെയാ? ഇന്ത്യ. ആദ്യം വിസ്തീർണം, രണ്ടാമത് ജനസംഖ്യ അല്ലേ? ഒരു രാജ്യത്തിന്റെ ബയോഡാറ്റ അങ്ങനെയല്ലേ? അലൈസ മിൻകും റജുലുൻ റഷീദ്. ഇത് പഠിക്കുന്ന കുട്ടികൾ ആരുമില്ലേ? ഹിസ്റ്ററി അങ്ങനെയല്ലേ? ഓരോ രാജ്യം ആദ്യം ചതുരശ്ര വിസ്തീർണം, അടുത്തതൊരു രാജ്യത്തെ അറിയാനുള്ള മാനദണ്ഡം ഏതാ? പറ കുട്ടികളെ, നിങ്ങൾ എന്താ വിചാരിച്ചത് കോടി അറുക്കുന്നവന്റെ ഗ്രന്ഥമാണെന്നോ? അടുത്തത് ജനസംഖ്യയാണ്. യൂനുസ് നബിയെ ഞാൻ നീനവ എന്ന് പറയുന്ന രാജ്യത്തേക്ക് പറഞ്ഞു വിട്ടു. അവിടുത്തെ ജനസംഖ്യ 100,000-ത്തിലപ്പുറമായിരുന്നു. ആദ്യമായിട്ടൊരു രാജ്യത്തെ പരിചയപ്പെടുത്തുന്നത് ജനസംഖ്യയാണെന്ന അടിസ്ഥാനത്തിലാണെന്ന് വിശുദ്ധ ഖുർആൻ. എവിടെയാ മാറ്റിവെക്കുന്നത്? നിങ്ങളിത് എവിടെയാ മാറ്റിവെക്കണത്? ചെറുപ്പത്തിൽ നിങ്ങൾ ദൂരദർശനുള്ള സമയത്ത് നിങ്ങൾ മഹാഭാരതം കണ്ടിട്ടുണ്ടോ? സീരിയല് ദൂരദർശനം ഉണ്ടായിരുന്ന സമയം മറ്റേ ആന്റിനെ തിരിച്ചിട്ട് ഇങ്ങനെ ഇത് കിട്ടാതെ വരുമ്പോ ആന്റിനെ ഇങ്ങനെ തിരിക്കും, ഗ്രെയിൻസ് വരും. ഈ പുള്ളങ്ങൾക്കൊക്കെ വല്ലതുകൊണ്ട് ഉമ്മാർക്ക് വെറുതെ മൊബൈലിൽ കയറുന്നു, ഗൂഗിൾ ക്രോം സെർച്ച് ചെയ്യുന്നു, കാണുന്നു. എടാ ആന്റിനെ മാവിൻ്റെ മുകളിൽ കയറി ആന്റിനെ തിരിച്ചു വെച്ചിട്ട് തിരിച്ചു വന്ന് പ്രേം നസീറിന്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ കണ്ട ഒരു കാലം. ഈ കുട്ടികൾക്ക് ഓരോ ഓർമ്മയില്ല. ഇവര് സ്കൂളിലേക്ക് പോകുന്ന വഴി കണ്ടിട്ടില്ല. ഇതൊരു വലിയ അപകടമാണെന്ന് നോക്കിക്കോളി. ഈ കുട്ടികൾ സ്കൂളിൽ പോകുന്ന വഴി കണ്ടിട്ടില്ല. ഈ കുട്ടികൾ മഷിത്തണ്ട് ഉപയോഗിച്ചിട്ട് നമ്മൾ സ്ലേറ്റ് പറിച്ചത് കണ്ടിട്ടില്ല. ഈ കുട്ടികൾ സ്കൂളിൽ ടീച്ചറിനെ അടിയും കൊണ്ടിട്ടില്ല. ഈ കുട്ടികൾ വെറും ഇറച്ചിക്കോഴികളെ മാതിരി വളർത്തുന്ന കുട്ടികളാണ്.
ഞാൻ വെറുതെ വേണല്ലോ. എന്തുകൊണ്ടെന്ന് അറിയോ? ഇപ്പോഴത്തെ കുട്ടികൾ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ആത്മഹത്യ ചെയ്യും. 10ാം ക്ലാസ്സിൽ ഇല്ല, ആത്മഹത്യ ചെയ്തു. മൊബൈൽ ചോദിച്ചിട്ട് വാപ്പ കൊടുത്തില്ല, ആത്മഹത്യ ചെയ്തു. എന്തുകൊണ്ട്? ഇവര് ജീവിതത്തിൽ പ്രതിരോധിക്കാൻ പഠിച്ചിട്ടില്ലെന്നേ. നമ്മൾ പണ്ടുകാലത്ത് സ്കൂൾ വിട്ട് വന്നിട്ട് കണ്ടത്തിൽ പോയി വയലിൽ പോയിട്ട് കളിക്കും, ഉള്ളത് വെച്ചിട്ട്. ആ വയലിൽ വെച്ച് നമ്മൾ കളി